ക്രൂരന്മാരായ വൈക്കിംഗ് പോരാളികളെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അതേ മെന്റാലിറ്റിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഫോളോ ഇന്ത്യക്ക് ഉള്ളതെന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പുള്ളി തന്നെ പറയുന്നുണ്ട്. വൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ലോകത്തിനെ വിറപ്പിച്ച പോരാളികളായിരുന്നു. അവരെ ജയം കൊണ്ടും അല്ലെങ്കിൽ സുഖലോലുപത കൊണ്ടും വേദന കൊണ്ടും ദുരന്തം കൊണ്ടും ഒന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല. വേദന എത്ര വന്നാലും എത്ര വിജയം വന്നാലും അവർക്ക് അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. കൂടുതൽ തോൽപ്പിക്കുക, യുദ്ധം ചെയ്യുക, പൊരുതുക. ഒരു ജയത്തിൽ അവർ സംപ്രീതരാവത്തില്ല. ഒരു ജയം കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു സാമ്രാജ്യം കൂടി പിടിച്ചടക്കണം. പോരാട്ടം തന്നെയാണ് ജീവിതം. വൈക്കിങ്ങുകളുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പറയാൻ നിന്ന് ഒരുപാട് പോകണം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരമായിട്ടുള്ള ഫോളോ ഇന്ത്യയെ സ്വയം വിശ്വസിക്കുന്നത് തനിക്ക് വൈക്കിംഗ് മെന്റാലിറ്റി ഉണ്ടെന്നാണ്. അപ്പം ഒരിക്കലും ഒന്നിനും തങ്ങളെ പിന്മാറ്റാനോ പിന്നിലേക്ക് വലിക്കാനോ കഴിയില്ല. അമ്മാതിരി മൈൻഡ് സെറ്റ്. കൂടെയുള്ളവൻ എന്ത് പറ്റിയാലും അല്ലെങ്കിൽ കൂടെയുള്ളവൻ പോരെങ്കിലും ഒന്നും പ്രശ്നമല്ല. ആര് പിന്നിൽ നിന്ന് കുത്തിയാലും അതൊന്നും പ്രശ്നമല്ല. തൻ്റെ ലക്ഷ്യം, തൻ്റെ മുന്നിലുള്ള ലക്ഷ്യം മാത്രമാണ്. അതിനെ ഏത് വിധേനയും പൊരുതുക. തനിക്കൊരു വിജയം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിലങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഇപ്പോൾ ബംഗളൂരു എഫ്സിക്കെതിരെ ഒരു വിജയം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ വിജയത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൂളിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങ് പൊരുതുക. എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഇപ്പോൾ വംശീയാതിശയം പോലെ ആരാക്ഷേപിച്ചാലും ഒരു കോപ്പുമില്ല. അങ്ങോട്ട് വൈക്കിങ്സിനെ പോലെ ആക്രമിക്കുക. അതാണ് എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പുള്ളി തന്നെ പറഞ്ഞു.